എന്താ പേര്? മിൻമിനി. മിന്നാ മിനുങ്ങോ? മിൻമിനി. ഇത് മേഡത്തിനോടത്തേക്കോ? ചിമ്മിനി അല്ല മിൻമിനി ആള് കൊള്ളാലോ. ഓഹോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പ്രായമായ ഒരാളല്ലേ? ഈ ഒരു പയ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ പെണ്ണിനെ കല്യാണം കഴിച്ച് അവിടെ താമസിക്കുമ്പോൾ എന്നെ ഒന്ന് വിളിച്ച് പറയേണ്ട ഒരു മര്യാദയില്ലായിരുന്നു? നീ വിളിച്ച് പറഞ്ഞില്ലടാ. ഞാൻ മമ്മിക്ക് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് തത്ത ഇഷ്ടമാണ്, തത്തെ കൊണ്ടുവരാൻ ഞാൻ ചോദിച്ചാ. അവൻ എന്നോട് ചോദിച്ചു തത്തയെ കൊണ്ടുവരട്ടെ. പ്രായപൂർത്തിയായ ഒരു പയ്യനല്ലേ, അമ്മയല്ലേ? ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. തത്തയെ കൊണ്ടുവരുന്നതിന് വേണ്ടി 1 കിലോ പഴവും തത്തയ്ക്ക് ഒരു കൂടും പണിഞ്ഞുകൊണ്ടിരുന്നപ്പം ഇവൻ ഗേറ്റും തുറന്നൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നു. ഞാൻ ചോദിച്ചു ആരടാന്ന്. അപ്പോഴാണ് ഇവൻ പറയുന്നത് ഇതാണ് തത്തേന്ന്. ഞാൻ പറഞ്ഞു ഇറങ്ങടാന്ന്. 18 കിലോയാ ഞാൻ ഒറ്റക്കിരുത്ത് തിന്നത്. എന്തോന്ന് തത്തയ്ക്കുള്ള തിന. നിങ്ങളിങ്ങോട്ട് കയറി വന്നപ്പോ കാട് പിടിച്ച് കിടന്നില്ലേ? ഓ, അത് റബ്ബറും തോട്ടമല്ല, ഞാൻ തിന്ന തിനയാ തിന. തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂവെങ്കിലും ആള് വാരാമാ ചെറ്റയാ. ഈ കല്യാണം മുടക്കാൻ സ്ട്രോങ് ആയിട്ടൊന്ന് നിന്ന് തന്നാ മതിയായിരുന്നു. നിനക്ക് എന്തിന്റെ സുഖേടാ? എടാ, ഞാനൊരു അംബാനി ആവുന്ന നിനക്ക് ഇഷ്ടമല്ല. ഞാൻ എന്ന് നിന്റെ കൂടെ ഇങ്ങനെ ഇമ്പാനിയായിട്ട് നടക്കാം. ഹൈ, ഞാൻ എന്ത് ചെയ്തു? എടാ, പിന്നെ നീ എന്താ ഞങ്ങളുടെ പ്രണയം കണ്ടില്ല നടിക്കുന്നത്? നീ ആരെ സ്നേഹിക്കുന്നു? അത് പറയടാ. ഇവിടുത്തെ ദേവിയെ, കിഴക്കെടുത്ത ചെക്കനുമായി നീ കല്യാണം ഉറപ്പിച്ച ദേവിയെ എനിക്കിഷ്ടമാണ്. നീ ദേവിയെ? അല്ല, അതിന് അവൾക്ക് നിന്നെ ഇഷ്ടായോ? ഇഷ്ടമാണ് എന്നാര് പറഞ്ഞു? ഞാനും പറഞ്ഞു, അവളും പറഞ്ഞു. എടാ, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും ദേവി, പോയി ചോദിച്ചു നോക്ക്. ദേ, ഇപ്പൊ അവള് മുകളിലുണ്ട്. ചെന്ന് ചോദിച്ചു നോക്ക്. ഞാനെന്തല്ലോ സ്വപ്നം കണ്ടടാ. നമ്മള് മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്. എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അതായത് ഉത്തമ. മനസ്സിലായി. അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറങ്ങി തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ. അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്താ വേണ്ടി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ ഒരു അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ? അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. സ്വപ്നം ഇവിടെ ഞെട്ടിപ്പോടാ. എന്താ സ്വപ്നം? രണ്ടൊരു പണിക്കോണ്. പിന്നെ ഞാനെന്റെ സ്വപ്നത്തിന് പിന്നെ ഞാനില്ലാട്ടാ. നേരെ ഞങ്ങൾ ഒരു സ്വപ്നത്തിനും ഞാനില്ല. ഞാനുമില്ല. ഈ കുട്ടിയായിട്ട് ഇവിടെ ഞങ്ങൾ ഒളിച്ചോടി വന്നവരെ. ഇന്നിവിടെ താമസിച്ച് നല്ലൊരു ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് നാളെ കല്യാണം. ഇവളെയാണോ നീ? അതെ, പിരിയാൻ കഴിയാത്തവണ്ണം ഞങ്ങൾ അടുത്തു പോയി. അല്ലേ മേളൂ? എടാ, ഒന്നും കൂടി ആലോചിച്ചിട്ട്. ഞാൻ മതം മുട്ടി നിൽക്കുന്ന ആനയാണ്. എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയിരിക്കാണ്. എന്നെ തടയരുത്. ഇല്ല, ഇനി ഞാനായിട്ട് തടയുന്നില്ല. നിന്റെ കടുങ്കിട്ട് ഇപ്പൊ തന്നെ നടക്കട്ടെ. ജയ്സാർ 102 വരൂടാളേ. ഇവ മരണക്കിണറിലേക്ക്. രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ. രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ? ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെന്നാ ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക്. എവിടെയും പോവരുത്, ടി വി വെക്കരുത്, ഫോൺ കാണരുത്, പാട്ട് കേൾക്കരുത്, നിശബ്ദനായിട്ട് എവിടെയും മാറി ഇരുന്നോണം. അച്ഛൻ ഇഷ്ടമല്ല, അച്ഛൻ ഉറങ്ങാൻ പോവാ. അച്ഛൻ ഉറങ്ങൂല്ലേ? അല്ല, ദുഃഖാചരണം ഒന്നും ആഘോഷിക്കല്ലോ. നിന്റെ സഹോദരൻ പറഞ്ഞേക്കാം. നിന്റെ ഈ പറഞ്ഞിലേക്ക് മറുപടി ഉണ്ടോ ഇവിടെ? നിന്റെ മാർക്ക്, ആ മാർക്ക് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ സിനിമയെക്കാട്ടി വലിയ വയലൻസ് ഈ വീട്ടിൽ നടക്കും. അമ്മ ഒരു കാര്യം ചെയ്യുന്നേ, ആ മാർക്കിന്റെ കാർഡിനകത്ത് ഒപ്പിടാൻ അമ്മ വന്നാൽ മതി. മാർക്കിന്റെ കാർഡോ? സ്കൂളിലൊക്കെ മാർക്കിന്റെ കാർഡില്ലേ? ഓ, പ്രോഗ്രസ് കാർഡ്. ടീച്ചർ പറഞ്ഞു ഒരു പ്രോഗ്രസ്സും ഇല്ലാത്ത അതിന്റെ പ്രോഗ്രസ് കാർഡ് എന്ന് വിളിക്കട്ടെ, ചുമ്മാ കാർഡെന്ന് പറഞ്ഞാൽ. അധികം വിട്ട് അനുഭവിപ്പിക്കാതെ എന്നെ അങ്ങോട്ട് എടുത്തോളേ. ഒരു 101 തേങ്ങ ഞാൻ ഉടച്ചോളാം. നിങ്ങളെ എങ്ങോട്ട് കെട്ടിയെടുത്താ പിന്നെ തേങ്ങ ആര് പൊട്ടിക്കും? എന്നാ ഇവിടെ അങ്ങോട്ട് എടുത്തോളേ, തേങ്ങ ഞാൻ ഉടച്ചേക്കാം. അളിയനെന്താ പാതിരാത്രിയില്ല? എന്താ എവിടെ കാര്യം? ഉടനെ പട്ടിയുമായിട്ട് വരണം. ഒരുത്തൻ ജയിലിയാടി, അവനെ മണത്ത് പിടിക്കാനാ. ഞങ്ങൾ വരണോ? ഒരു പട്ടി മതി. എങ്കിൽ ചേട്ടൻ പോയാൽ മതി. കൊച്ചുണ്ണിയല്ലേ ജയിൽ ചാടിയത്?
അത് നിനക്കെങ്ങനെ അറിയാം? അവൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് വരെ ഞങ്ങൾക്കറിയാം. പറ 6 മാസത്തെ ശിക്ഷ തീരാൻ ഒരു ദിവസം ഉള്ളപ്പോഴാണ് എന്റെ ജയിലിൽ ചാടിയത്. ചാതിയൻ ഉണ്ട ചോർന്ന് നന്ദിയില്ലാത്തവൻ ആക്രാന്ത ഷേണായി. അല്ല അതെനിക്കിപ്പോ ഗുണകരമായി. അവനെ തപ്പിപ്പിടിച്ചു കൊടുത്താൽ ഇപ്പൊ ഒരിക്കലും പ്രമോഷൻ ഉറപ്പാണ്. പ്രമോഷൻ ഉറപ്പാണോ? എങ്കിൽ ഞാൻ പറയില്ല. അളിയൻ അങ്ങനെ പ്രമോഷൻ കിട്ടണ്ട. അപ്പൊ പട്ടി ഈ പട്ടിയുടെ പണി കള്ളനെ പിടിക്കലല്ല, ബോംബ് പിടിക്കല. ആഹാ, നിങ്ങളുടെ ആരുടെയും സഹായമില്ലാതെ ഞാൻ അവനെ പിടിക്കും. എന്നാ പോയി പിടിക്കേ. നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തുണ്ടവൻ. പിടിക്കുവടാ പിടിക്കും. ഈ പീതാംബരനാ തൊരപ്പന പിടിക്കും. പിടിച്ചവന്റെ കൂമ്പിനിട്ടിടിക്കും. തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ. ഓ ആന. ആനയല്ല, എന്റെ അച്ഛനാ. ചെണ്ട വിദ്വാൻ ഇരിങ്ങാലക്കുട താമരാക്ഷം പിള്ള. അദ്ദേഹം 1998 ഡിസംബറിലെ മഞ്ഞുള്ള ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? തൃപ്രയാർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ്. അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ ബാക്കിൽ വന്ന് ഇടിച്ചത്. ആരാ ഈ ക്രിസ്റ്റഫർ? ചാവക്കാട് പറവൂർ റൂട്ടിലോടുന്ന സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ. അമ്മ നേരത്തെ മരിച്ചുകൊണ്ട് ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ. അച്ഛന്റെ എല്ലാ ചികിത്സാ കാര്യങ്ങളും നോക്കിയിരുന്ന ഞാനാണേ. അതുകൊണ്ട് പഠിത്തം ബ്ലോക്കായി. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഏതൊരു പഠിച്ചു? ഞാൻ പ്രീ ഡിഗ്രി ഫെയിൽഡാ. എഴുതിരുന്ന് ജയിച്ചനെ. കൃത്യം 89-ാം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ കിടന്ന ഈ കൈ കിടന്ന അച്ഛൻ മരിച്ചു. ഞാൻ വിചാരിച്ചു വിളാരണ്ട് പൊക്കിക്കൊണ്ടുപോയി. നീ എന്തിനാ വിളിച്ചു കൂവിയെ? ഈ വെണ്ടക്ക പോലത്തെ വെണ്ടയ്ക്ക പോലത്തെ വാഴക്ക പോലത്തെ പാവക്ക പോലത്തെ ഈ കോവക്ക നിനക്ക് എന്താ പറ്റിയത്? ഓ അത് ശരി, നിന്നെ ഇവിടെ തല്ലിയല്ലേ? ഇങ്ങോട്ട് മാറിയുന്നേ. ഇത് ഇവളുടെ സ്ഥിരം പങ്ക്തിയാ. നീ എന്തിനാ അവനെ അടിച്ചത്? ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന ബന്ധുവാ. ഇനി ഇവനെ തല്ലിയുണ്ടെങ്കിണ്ടല്ലോ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. ഞാൻ ഉമ്മക്ക് തന്നെ. നിനക്കെന്താ കുഴപ്പം? എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ ഇവളെന്റെ പെങ്ങളെ പോലെ നീ അനാവശ്യം പറയരുത്. ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്താ? അവൾക്ക് മലയാളം മനസ്സിലാവില്ല. അവൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാലോ. നിനക്കറിഞ്ഞ എനിക്കെന്താ? അതിപ്പോ പതക്ക. മോൾ ഉദ്ദേശിക്കുന്ന പതക്ക ഇതാണോ? അത് വെണ്ടയ്ക്കാണ്. അവിടെ വെക്ക്. നല്ലൊരു ഭർത്താവിനെ കിട്ടിയ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടാന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നതാ. ഇപ്പൊ 10 കൊല്ലായി. ഇപ്പോഴും ഞാൻ ആ പൈസ ഇട്ടിട്ടില്ല. അപ്പൊ അത്രയും കാലം നീ പടച്ചോനെയും പറ്റിച്ചോണ്ട് നടക്കായിരുന്നു അല്ലേ? നല്ലതിന് തരാന്ന് പറഞ്ഞ പഠിച്ചോനെ എന്നെ പറ്റിച്ചില്ലേ? നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഓ അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. ഞാനായിട്ട് നിന്നെവിടെ കയറ്റിയിരുത്തി, ഞാനായിട്ട് തന്നെ നിന്നെവിടെ ഇറക്കി. ദുബായിൽ നല്ലൊരു ഷെയ്ക്കിന്റെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഞാനാണ്. എന്റെ പാസ്പോർട്ട് കറണ്ട് ആ എലിയില്ലേ, ആ എലിനെ എന്റെ കൈ കിട്ടിയ കൈ ആള് മാറി അടിച്ചു പോയി. സോറി. ഇതേത് ഭാഷ? അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല. പണ്ടാറടങ്ങാനായിട്ട് ഇതിനേത് ഭാഷ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കും? ഞാൻ പറയാ. സാരേ ജഹാംസെ അച്ഛ, ഈ വണ്ടിക്കകത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല. ഹിന്ദു സിത്ത ഹമാര ഹമാര. ഈ വണ്ടി ഞങ്ങളുടെയാണ്. നിർത്തറ. വാട്ട്സ് യുവർ നെയിം? ഓ നാം പേർ അമ്മോ, ഇത്രയും വലിയ പേരാ. പേര് തന്നെയാണോ പറഞ്ഞെന്ന് ആർക്കറിയാം? 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എങ്ങനെ? ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിന് ഒരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കേട്ടില്ലേ? കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ 90 പാട്ട് പറഞ്ഞോളാം. പട്ടി പറഞ്ഞിട്ട് കേൾക്കണില്ല, പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചതാ. ഇനി ഉറക്കെ പറഞ്ഞോളാം. ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നല്ല ലക്ഷണം. ഞാനിപ്പോ വളരെ ഡീസന്റ് നല്ല ആളാ. പക്ഷേ മുഖത്തത് കാണുന്നില്ല. അയ്യോ സാർ, അവൻ ഇപ്പൊ തന്നെ മോഹം കഴിയുള്ളൂ. ഒലിച്ചു പോയിണ്ടാവും. ഇയാളാരാ? ഞാനാ. എന്താ തന്റെ പേര്? രാമാനുജൻ. രാമന്റെ ഏതനുജൻ? ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, നകുലൻ, സഹദേവൻ. ഇതിലേതാ താൻ? ഇതിലൊന്നും പെടാത്തൊരു അനുജനാ. ദശരഥന് ഞാൻ അറിയാത്ത ഒരു ജാരസന്തതിയോ? സാറിന് മീശന്റെ എങ്ങനെ ഇരിക്കണേ? മീശ ജിമ്മിന് കൊണ്ടോ? പിന്നെ എങ്ങനെയൊക്കെയുള്ള റാസ്കൽ? പേരിൽ തന്നെ തരികട. ഇപ്പൊ പ്രവൃത്തിയിലും പോലീസുകാരെ കളിയാക്കുന്നോടാ. എനിക്ക് വീട് സെർച്ച് ചെയ്യണം. ഞാനാവില്ലല്ലോ താമസിക്കുന്നേ. ആണോ? ഞാൻ ഈ പെൺകുട്ടികളെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ വയറിന്റെ ഇടതു ഭാഗത്തായിട്ട് കറുത്ത മൃഗങ്ങൾ വെളുത്ത ചേച്ചിയാണ് ഈ കുട്ടിയുടെ മമ്മി? പ്രോഗ്രാം നടക്കൂലല്ലേ? ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിനക്ക് പാടാൻ അറിയോ? അറിയോ?
സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മടല ഉസ്താദ് അലവലാതിക്കാൻ. ഒടുവിൽ ഗുരുവിന്റെ നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചി. ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? വേറെ സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്നം. ഇന്ദ്രരത്നം ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി. പ്രതികാരത്തിന്റെ വീര്യം കുറയാതിരിക്കാൻ പ്രതികാരം എങ്ങനെ മൂക്കട്ടെ മൂക്കട്ടെ മൂക്കട്ടെ. നമുക്ക് ഈ ബാങ്ക് മാത്രമല്ല എല്ലാ ബാങ്കും കൊള്ളയടിക്കണം. ഗോപാലമ്മന് എനിക്ക് വലിയ ആക്രാന്തമൊന്നുമില്ല. പട്ടിണിയില്ലാണ്ട് ജീവിക്കണം മുകേഷ് അംബാനിയെ പോലെ. പോലീസ് പിടിക്കാതിരുന്ന അംബാനി